Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil anbiya'i wal mursaleen nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. നമ്മുടെ ബഹുമാനായ ഇസ്മായിൽ സാഹിബിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവിടെ ബർസഖ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവിടെ എല്ലാ ഹസനാത്തുകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല പരലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ കൈയൊഴിഞ്ഞാൽ, ഖുർആനിനെ അവഗണിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, ഈ ലോകത്തും പരലോകത്തും നമുക്ക് വരുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. മഈശത്ത് അഥവാ ദുനിയാവിലെ ഉപജീവന മാർഗം കുടുസുള്ളതായി മാറും. 20-ാം അധ്യായത്തിലെ 124 മുതൽ 126 വരെയുള്ള ആയത്തുകളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവസാനം പറഞ്ഞു, മഈശത്ത് ലങ്കാകുക എന്ന് പറഞ്ഞാൽ, മഈശത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപജീവന മാർഗമാണ്. ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിക്കും മഈശത്ത് വ്യത്യസ്തമാണ്, ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. വജഅൽന നഹാറ മആശ, ഖുർആനിൽ കാണാം, വജഅൽന നഹാറ മആശ. ആ മആശ മഈശത്ത് തന്നെയാണ്. പകലിനെ പറ്റി മാർഗങ്ങൾ തേടുന്നവർ. അപ്പം അള്ളാഹുവിൻ്റെ ദിക്റാകുന്ന ഖുർആനിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ, അതിനെ അവഗണിച്ചാൽ, അതിനെ പരിഗണിക്കാതിരുന്നാൽ അവൻ്റെ മഈശത്ത് തന്നെ ലങ്കായിരിക്കുമെന്നാണ്, കുടുസുള്ളതായിട്ട് മാറും. അപ്പം മഈശത്ത് കുടുസുള്ളതാകുക എന്ന് പറഞ്ഞാൽ 1000 കിട്ടുന്നത് 500 ആകും എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. 1000 കിട്ടുന്നത് 500 ആകും എന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് മഈശത്ത് ലങ്കാകുക എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ ഉപജീവന മാർഗം കൊണ്ട്, നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, അതിനെ മട്ടത്തിൽ നടക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം നമുക്കൊരു സംതൃപ്തി ലഭിക്കില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ഒരാൾക്ക് ചിലപ്പം അയാളെ കച്ചവടം നിർത്തി വന്നാൽ ചിലപ്പോൾ അയാൾക്ക് 1000 രൂപ നഷ്ടമാണെങ്കിൽ, വരാതെ അത് പഠിക്കാതെ കട തുറന്ന് അവിടെ പോയി ഇരുന്നോനെ ചിലപ്പം 1000 കിട്ടിയപ്പം അത് ലാഭമായിരിക്കും ദുനിയാവിൽ, നമ്മളെ കാഴ്ചപ്പാടനുസരിച്ച്. ആ 1000 2000 ആവില്ലെന്നോ അല്ലെങ്കിൽ 1000 500 ആകും എന്നല്ല പറഞ്ഞത്. മറിച്ച് ഒരു വളരെ ചെറിയൊരു വരുമാനം കൊണ്ട് ഏറെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ചെറിയ വരുമാനമേ ഉള്ളൂ, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കും. അവർക്ക് ഉറക്കം കിട്ടാത്ത പ്രശ്നമില്ല, ടെൻഷനില്ല, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ സന്തോഷമായിട്ട് ഉറങ്ങുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അതേസമയത്ത് ഒരുപാട് ഭൗതികമായി വിശാലത, സാമ്പത്തികമായി ഒരുപാട് വ്യാപ്തിയുള്ള ആളുകളിൽ പലർക്കും കിട്ടാത്തൊരു മനസ്സമാധാനവും സന്തോഷം കുറഞ്ഞവർക്ക് കിട്ടുകയാണ്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട സംഗതിയാണ്. കന്നഅഹുല്ലാഹു ഫീമാ ആതാ, റസൂൽ പറഞ്ഞല്ലോ, നൽകിയത് കൊണ്ട്, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കലാണ് ഏറ്റവും പ്രധാനം. നമ്മളെപ്പോഴും പരിഭവങ്ങളും പരാതികളും കുറവുകളും പറയലല്ല വേണ്ടത്. മറിച്ച് എന്താണോ ഉള്ളത് അതുകൊണ്ട് സംതൃപ്തമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അത് ഖുർആനിലൂടെയുള്ള ഉത്ബോധനം കിട്ടിയ ആളുകൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ്. ആ മേഖല കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണ് നടക്കുക എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്ന ആൾക്കാരാണ്. എങ്ങനെ നമുക്ക് ഒരു സംഗതിയെ ഉപയോഗപ്പെടുത്താൻ പറ്റും, കുറഞ്ഞ മുതൽ മുടക്ക് കൊണ്ട് എങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റും, ഒരു വീടുണ്ടാക്കാൻ പറ്റും, എങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ, കുറഞ്ഞ പൈസ കൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് കോടികൾ മുടക്കിയിട്ട് ഒരു സൗകര്യം ഇല്ലാത്ത പേരുണ്ടാക്കിയ ആൾക്കാരുണ്ടാവും. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ്, നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ഉള്ളതാണ്. അപ്പം മുടക്കിയത് ലക്ഷങ്ങളാണെന്നുള്ളതുകൊണ്ട് കോടികളാണെന്നുള്ളതല്ല പ്രശ്നം. അപ്പം ചെറിയ സൗകര്യം കൊണ്ട് നല്ല വിശാലമായി ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇതില്ലാതെ പോകുമെന്നാണ്. അതിന് ഒരുങ്ങേണ്ടത് നമ്മളെ മനസ്സാണ്. അതിന് എങ്ങനെ അത് പാകപ്പെടണം, ആ ജീവിതത്തിലേക്ക് നമ്മളത് പാകപ്പെടും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെന്ന് വിളിച്ചിട്ട് സൂറത്ത് അൻഫാലിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഇസ്തജീബു ലില്ലാഹി വലി റസൂൽ, നിങ്ങൾ അള്ളാഹും റസൂലും വിളിച്ചതിലേക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. ലിമാ യുഹ്യീക്കും,
നിങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്. ഒരു പുതുജീവൻ നൽകുന്നതാണ്. ഒരു പുതിയ ജീവിതം, ഒരു പുത്തൻ ഉണർവ് നിങ്ങൾക്ക് നൽകുന്നതിലേക്കാണ് അള്ളാഹുവും റസൂലും വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിലേക്ക് മറുപടി കൊടുക്കണം, ആ ക്ഷണം സ്വീകരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പം മഈശത്ത് ലങ്ക എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ നമ്മൾ ആയത്തിൽ പറഞ്ഞത് പരലോകത്ത് കണ്ണുപൊട്ടന്മാരായി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നുള്ളതാണ് നമ്മൾ അതിൽ വിശദീകരിച്ചത്. ഇനി അടുത്തത് എഴുതിക്കൊള്ളും. പരലോകത്ത് പരലോകത്ത് കൈ കടിച്ച് ഖേദിക്കുക, ഖേദം പ്രകടിപ്പിക്കുക. പരലോകത്ത് കൈ കടിച്ചുകൊണ്ട് ഖേദിക്കുക. അത് അങ്ങനെ പറയാൻ കാരണം ഖുർആന്റെ ഒരു പ്രയോഗം ആയതുകൊണ്ടാണ്. പരലോകത്ത് ഖേദം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ മതി. ചുരുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, പരലോകത്ത് ഖേദിക്കും എന്ന് പറഞ്ഞാൽ മതി പോയിന്റ്. പക്ഷേ കൈ കടിച്ച് ഖേദിക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയാണ് ഖുർആന്റെ പ്രയോഗം. നമ്മൾ നമുക്ക് ഖേദവും ദുഃഖവും ഉണ്ടാകുന്നത് പല സന്ദർഭങ്ങളിൽ പല മാതിരി ഉണ്ടാകും. എന്നാൽ നമ്മൾ ഈ കൈ കടിച്ചുകൊണ്ട് നമ്മൾ ഖേദിക്കുക എന്ന് പറയുന്നത് അത് എന്തിൻ്റെ പ്രതീകമായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഖേദം പലർക്കും ഖേദം പ്രകടിപ്പിക്കുക. കൈ കടിച്ച് ഖേദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അത് എന്തിൻ്റെ പ്രതീകമാണ്? എങ്ങനെ? ഏത് രൂപത്തില്? എങ്ങനെ നഷ്ടമായി എന്നാ പറയുന്നത്? അത് എൻ്റെ കൈ എത്തുന്നിടത്തുണ്ടായിരുന്നു, എൻ്റെ കണ്ണിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു, കിട്ടാതെ പോയല്ലോ എന്നതാണ്. അതാണ് ഖേദം. ഖേദം എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുണ്ട്. കൈ കടിച്ച് ഖേദിക്കുക എന്നുള്ള പറയണമെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ കണ്ണിൻ വെട്ടത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടത് കിട്ടിയില്ലല്ലോ പടച്ചോനെ. അത് എൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു, എൻ്റെ പരിസരത്തുണ്ടായിരുന്നു. ഒന്നാണ്ട് വണ്ടി ഓടിച്ച് പോയാൽ എനിക്കതിൽ പങ്കെടുക്കാമായിരുന്നു. എല്ലാ മാസത്തിൽ 2 ഞായറാഴ്ച അത് നടക്കുന്നുണ്ടായിരുന്നു. അള്ളാൻ്റെ കലാമ് അത് ഓതാനും അത് ചൊല്ലാനും പഠിക്കാനൊക്കെ പറ്റിയ സമയം, കുറഞ്ഞ സമയം ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ലല്ലോ എന്ന ഖേദം നാളെ ഖുർആന്റെ വിഷയത്തിൽ പരലോകത്തുണ്ടാവുന്നതാണ്. അതാണ് കൈ കടിച്ചുകൊണ്ട് ഖേദിക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾ സൂറത്ത് ഫുർഖാൻ മറിക്കുക, 25-ാം അധ്യായം. ഖുർആന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 30 വരെ. കണ്ട വായിച്ചോളി, ഓതിക്കോളി. ആയത്ത് ഓതട്ടെ, എല്ലാവരും ഓതണം. എല്ലാവരും കണ്ടില്ലേ? ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അത് കേൾക്കുമ്പോൾ നമുക്ക് ആശയം മനസ്സിലാവും. വയൗമ യഅളു ളാലിമു അലാ യദൈഹി. ഖുർആനിനെ ശ്രദ്ധിക്കണേ, ഖുർആനിനെ അവഗണിക്കുന്ന ഒരു വ്യക്തിനെ അള്ളാഹ് വിളിച്ച പേര് ലാലിമ് എന്നാണ്. എന്താണ്? ലാലിമ് എന്നാണ്. ദുൽമ് ചെയ്തവൻ. എന്താ ദുൽമ്? അക്രമം ചെയ്തവൻ. ഈ ലാലിമായ മനുഷ്യൻ പറയും. ലാലിം എന്ന് പറഞ്ഞ ഒരാളെ പേരല്ലല്ലോ, ആണോ? അല്ല.
ഒരു ഒരു തരം സ്വഭാവമുള്ള ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയാണ്. അവരാരാന്ന്, ആ വിഷയം എന്താണ് എന്ന് അടുത്ത് ഈ ആയത്തിന്റെ ബാക്കി വായിക്കുമ്പോൾ കിട്ടും. ഈ അക്രമി പറയും, ഏറ്റവും അക്രമം ചെയ്ത് അക്രമിയാണ് ഖുർആൻ പഠിക്കാത്തവൻ, ഖുർആൻ അവഗണിച്ചവൻ. അവൻ പറയും അലാ യദൈഹി യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി, കൈ കടിച്ചിട്ട് പറയും, കൈ കടിച്ചുകൊണ്ട് വിലപിക്കും. അങ്ങനെയുള്ള ദിവസം അതാണ് യൗമ യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു, എന്താ കൈ കടിച്ചിട്ട് പറയാ? ഖേദത്താൽ, സങ്കടത്താൽ, തീരാത്ത ദുഃഖത്താൽ അവൻ പറയും യാ ലൈതനി ഇത്തഖതു മഅ റസൂലി സബീലാ, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, എൻ്റെ ഖേദമേ, ആ റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗം ഏതാ? ഖുർആനാണ്. ആ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ, അത് ഖുർആനാണ് കൊടുത്താൽ മനസ്സിലായതാ. ബാക്കി വായിച്ചോളൂ. യാ വൈലത്താ, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, എന്തൊരു സങ്കടമാണ്. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാൽ ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നെങ്കിൽ. ആണ് ലം അത്തഖിദ് ഫുലാനൻ, എന്നാൽ ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അത് ആരാന്ന് പറയുന്നത്? അത് അതിന് ചില ആളുകളുണ്ട്, അത് ഖുർആനിൽ നിന്ന് പിന്നെ റൂട്ട് തിരിച്ചു വിടാൻ വേണ്ടി ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അവൻ്റെ പിന്നാലെ ഞാൻ പോയത് കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. ഇല്ല എങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ, എനിക്ക് എത്ര നന്നാകുമായിരുന്നു. എന്താ വിഷയം? ലക്കത് അലല്ലനി അനിദിക്കിരി, കണ്ട, എന്നെ തെറ്റിച്ചു അവൻ. അനിദിക്കിരി, ഈ ദിക്റിൽ നിന്ന്. ഏതാണ് ദിക്ർ? ഖുർആനാകുന്ന ഈ ദിക്റിൽ നിന്ന് എന്നെ അവൻ തെറ്റിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, അതെനിക്ക് വന്ന് കിട്ടിയതിനു ശേഷം. കണ്ട, ആ ഖുർആൻ എനിക്ക് വന്ന് കിട്ടി, എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, എൻ്റെ പ്രദേശത്തുണ്ടായിരുന്നു, ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ നാട്ടിലും എൻ്റെ പ്രദേശത്തും എൻ്റെ വീട്ടിൻ്റെ അടുത്തും ഒന്ന് യാത്ര ചെയ്താൽ എത്താൻ പറ്റിയ ദൂരത്തിൽ അത് എനിക്ക് വന്നു കിട്ടിയിരുന്നു. എന്നിട്ടും എനിക്കത് പോകാൻ കഴിഞ്ഞില്ല, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വേറെ ചില കൂട്ടുകാരെ പിന്നാലെയാണ് പോയത്. വകാന ശൈത്താനുൽ ഇൻസാനി ഖദൂല, ശൈത്താന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ചതിയനാണ്, വഞ്ചകനാണ്. ഈ പോണതൊക്കെ ശൈത്താനിൻ്റെ പിന്നാലെയാണ്. ശൈത്താനാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് മുഴുവൻ. വക്കാല റസൂൽ, ഉണ്ടാവും. വക്കാല റസൂൽ, റസൂൽ പറയും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ റസൂൽ? നേരത്തെ പറഞ്ഞ, മേലെ പറഞ്ഞ, ഞാൻ ആ റസൂലിൻ്റെ കൂടെ മാർഗം സ്വീകരിക്കുക, ആ മാർഗവുമായി വന്ന റസൂൽ പറയും. എന്താ പറയുക? യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന കൗമി, എൻ്റെ ജനത. ആരെ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനെ പറ്റിയാണ്. നബിൻ്റെ ഉമ്മത്തിനെ പറ്റി പറയും. എൻ്റെ ഉമ്മത്ത്, എൻ്റെ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ അവർ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ അവർ അവഗണിച്ചു, അതിനെ അവർ ഭാഗത്തേക്ക് മാറ്റിവെച്ചു. ഈ ഖുർആനിനെ അവർ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിട്ട് അവരവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ പിന്നാലെ പോയി. ഖുർആനാണ് മാറ്റിവെച്ചു അവർ എന്ന് നാളെ റസൂൽ പരലോകത്ത് പറയുന്നതാണ്. ഈ കൗമിൽ നമ്മൾ പെടുവോ ഇല്ലെന്ന് ചിന്തിക്കണം. ഇന്ന കൗമി എന്ന് റസൂൽ പറഞ്ഞ ആ റസൂലിന്റെ കൗമിൽ, ആ വിഭാഗത്തിൽ നമ്മൾ പെടുവോ ഇല്ലേ എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഖുർആൻ എടുക്കാതെ ഖുർആൻ പഠിക്കും, ഈ ചെയ്യണം പണി നിർത്തിയാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഈ ഖുർആനുള്ള ഈ പഠനമുണ്ടല്ലോ, ഇത് നമ്മൾ നിർത്തി വെച്ചാൽ, ഇത് വേണ്ടാന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് മാറിപ്പോയാൽ നാളെ റസൂല് നമുക്കെതിരെ നാളെ പരലോകത്ത് പറയുമെന്നാണ്. ആ കൗമിൽ നമ്മൾ പെട്ടുപോകരുത്. അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കുറേ നാളുകളായി നമ്മൾ ഖുർആൻ പഠിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ മാസത്തിൽ 2 ദിവസമെങ്കിലും ഒരു 1/4 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നാളെ പരലോകത്ത് ഖുർആൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി, ഒരു അവസരമായി അള്ളാഹു ഇതിനെ നമുക്ക് ആ ഒരു അവസരം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഇത് നമുക്ക് ഖുർആൻ നമുക്ക് എതിരിൽ പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി അടുത്തത്, നരകപ്രവേശനം ഉറപ്പാണ്. നരകപ്രവേശനം ഉറപ്പാണ്. നരകപ്രവേശനം ഉറപ്പാണ്. ഈ ഹെഡിങ്ങിൻ്റെ താഴെ
കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഖുർആനിനെ അവഗണിച്ചവരുടെ നരകപ്രവേശനം അത് വേറെ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്. നരകത്തേക്ക് അള്ളാഹു മനുഷ്യനെ വലിച്ചെറിയുന്നത്, നരകത്തിലേക്ക് ഇടുന്നത്, അതിൻ്റെ പല പല രൂപങ്ങൾ അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ അവഗണിച്ചത് കാരണം നരകത്തിലെത്തിയ മനുഷ്യൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ? ഖുർആൻ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവനെ നേരെ നരകത്തേക്ക് ഇതല്ല ചെയ്യാം. നരകത്തിൻ്റെ മുന്നിൽ അവനെ കൊണ്ടുവന്ന് നിർത്തും. നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ നരകം ഇങ്ങനെ കണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. നേരെ കൊണ്ടുവന്നിട്ട് കണ്ണിട്ടിക്കണ്ട് കൊണ്ട് ഇടല്ല. കണ്ണ് കെട്ടിയിട്ട് കൊണ്ട് ഈ തൂക്കിക്കൊല്ലണം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദുനിയാവിലെ ശിക്ഷ തൂക്കിക്കൊല്ലാൻ വീഴ്ചവനെ ജയിലിൽ എങ്ങനെ ഉണ്ടായാല് കണ്ണ് കെട്ടിയിട്ടാ കണ്ടു കാണൂല. പിന്നെ കഴുത്തിൽ കയറ് വീണത് അനുഭവിച്ച് അറിയുകയുള്ളൂ. ആ രംഗം കാണില്ല. കാണുമ്പോൾ ഒരു പേടി വേറെ ഉണ്ടല്ലോ, കാണുമ്പോൾ വേറെ രൂപമാണല്ലോ. അള്ളാഹ് വ്യക്തമായി ഖുർആനിൽ പറയാം. ഖുർആനിനെ അവഗണിച്ച ആൾക്കാരെ അങ്ങനെ നരകത്ത് കയറിയെന്നല്ല, 2-3 രൂപമുണ്ട്. അതിൽ ഒന്ന്, നരകത്തിന്റെ മുന്നിൽ അവനെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവിടെ വെച്ച് അവനെ കൊണ്ട് ഖേദപ്രകടനം അവ നടത്തിക്കും. അവൻ പറയും, ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ. ഞാൻ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം നമ്മളെ കേരളത്തിൽ ഒരു ഉത്തരേന്ത്യക്കാരനെ അടിച്ചു കൊന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ജോലി തേടി വന്ന ഒരു ചങ്ങാതിയെ ബംഗ്ലാദേശുകാരനെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്ന് കേരളത്തിൽ അടിച്ച് കൊല്ലണത് വീഡിയോ ആണ്. അടിച്ചങ്ങട്ട് കൊല്ലാണ് നമ്മളെ മലയാളികൾ. 5-6 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. അറസ്റ്റ് ചെയ്തതിൽ 4-5 ആൾക്കാർ ഈ ഹൈന്ദവ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. അവരാണ് അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിയാണ് ഇദ്ദേഹം ചോദിച്ചിട്ട് അടിക്കുന്നത്. അത് ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞു. ഇന്ന് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഒരു ഹൈന്ദവ സഹോദരനെ കൊന്നിട്ട് ചവിട്ടി ഓനെ തലകുത്തനെ കെട്ടി തൂക്കിയിട്ട് തീ കൊടുക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ആ വീഡിയോയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഇവനങ്ങനെ കിടന്നിട്ട് അവൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ ചാടി ചവിട്ടിയിട്ട് അവനെ കൊല്ലുകയാണ്. എന്നിട്ട് അവൻ്റെ തലകുത്തനെ കെട്ടി തൂക്കിയിട്ട് തീ കൊടുക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോയിൽ കംപ്ലീറ്റ് ഇവരിങ്ങനെ ചുറ്റും ആൾക്കൂട്ടം ഇവരിങ്ങനെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ആ വീഡിയോ ആണ് ഇന്നിട്ടുള്ളത്. ഇന്നലത്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വന്ന വീഡിയോ. അതിൻ്റെ താഴെ നീക്കി നോക്കിയ കുറേ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിൽ മുഴുവനും എന്താണെന്നറിയാം, 6-ാം നൂറ്റാണ്ടിൽ മുശ്രിക്കിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥമാണ്, ആ ഒരു ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഗ്രന്ഥമാണ്, ആളുകളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവനും എന്തിനെതിരെ? ഖുർആനെതിരെ. ആ സംസാരവും പ്രയോഗങ്ങളും മുഴുവനും. ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ എന്താണ് എന്നും ഖുർആനിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും ഒരു ചെടി ഒരു പച്ചച്ചെടി മനസ്സിലാക്കണം. ഒരു പച്ചച്ചെടി, ആ പച്ചച്ചെടിക്ക് ജീവനുണ്ട്. ഒരു ചെടി പച്ചയായി നിൽക്കുന്നൊരു ചെടിക്ക് ജീവനുണ്ട്. യുദ്ധമൈതാനത്ത് ഇങ്ങോട്ട് മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നാൽ അങ്ങോട്ട് പ്രതിരോധിക്കണം. അതാണ് ഇസ്ലാമിലെ യുദ്ധം. ഇസ്ലാമിലെ യുദ്ധം അങ്ങോട്ട് ചെന്നൊരു യുദ്ധമല്ല. ഇസ്ലാമിലെ യുദ്ധം ഏതാ? ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലുള്ള പ്രതിരോധമാണ് ഇസ്ലാമിലെ യുദ്ധം. മനസ്സിലാക്കണം, പ്രതിരോധമാണ് ഇസ്ലാമിലെ യുദ്ധം. അതാണ്. ആ സന്ദർഭങ്ങളിൽ പോലും ആ യുദ്ധ മൈതാനത്ത് ഒരു പച്ചപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? അതിന് പോലും കോട്ട സംഭവിക്കരുത്, അതുപോലും നശിപ്പിക്കപ്പെടുന്ന പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ആലോചിക്കണം. ഫിക്കുൽ ഇഖബദിന് റത്ബത്തുൻ അജർ, പച്ചക്കല്ലുള്ള ഏത് ജീവിയോടും കരുണ കാണിക്കണം എന്നതാണ് ഈ മതം. തടവുകാർ അപ്പുറത്ത് ശത്രുഭാഗത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യരുതെന്ന കൽപ്പന. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന കൽപ്പന. ഇത് അറിയാതെ, ഇത് മനസ്സിലാക്കാതെ, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാതെ ഈ ഖുർആനിനെ ഇപ്പോഴും ഇത്രയും ക്രൂരമായി വ്യാഖ്യാനിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. ആരെ ബാധ്യതയാണ്?
ഇതിന്റെ ശരിയായ രൂപം എത്തിച്ചു കൊടുക്കലും മനസ്സിലാക്കി കൊടുക്കലും ആരെ ബാധ്യതയാണ്? ഈ ഖുർആൻ അനുയായികളെ നമ്മളെ ബാധ്യത. നമുക്കിത് അറിയില്ല, വെറുതെ വിടുക പഠിച്ചാൻ. അള്ളാഹു ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ അള്ളാഹു വിട്ടത്. കുൻതും ഖൈറ ഉമ്മ യദ്ഉന ഇലൽ ഖൈർ. എന്താ യദ്ഉന ഇലൽ ഖൈർ? ഖൈറിലേക്ക് വിളിക്കുന്നവരാണ് അവർ. എന്നിട്ടാണ് യഅ്മുറൂന ബിൽ മഅറൂഫും യൻഹൗന അനിൽ മുൻകറും. എന്താ ഈ ഖൈറിലേക്ക് ക്ഷണിക്കാനാല്? ഏതാ ഖൈർ? ഖുർആനാണ്. എന്താ പടച്ചോൻ ഇറക്കിത്തന്ന് ചോദിക്കും. മൻ അൻസല റബ്ബുക്കും ഖാലു ഖൈറ. ഖൈറ ഇറക്കിത്തന്നെന്നാ പറയാ. ഖൈർ ഖുർആൻ, അതിലേക്കുള്ള ക്ഷണമാണ്. അതിലേക്ക് ക്ഷണിക്കേണ്ടവരാണ് ഉമ്മത്ത്, മുസ്ലിം സമുദായം. നമ്മളെല്ലാം മറുപടി പറയേണ്ടത്. ഈ ബാധ്യത നിർവഹിച്ചിട്ട് ഞങ്ങൾ പടച്ചം വിടുമോ? അള്ളാഹിന്റെ ഈ കലാമ്, കരുണയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിന്റെ ഈ ശബ്ദം ജനങ്ങളിലേക്ക് അതിന്റെ തനിമയോടുകൂടി എത്തിച്ചു കൊടുക്കണമെന്ന ബാധ്യത ഏറ്റെടുത്ത മുസ്ലിമീങ്ങൾ അത് പഠിക്കാതെ അതിനെ അവഗണിച്ചാൽ ആ ഗ്രന്ഥം നൽകിയ റബ്ബ് വെറുതെ വിടുമോ? വിടൂല. അതാണ് ശിക്ഷ കഠിന എന്ന് പറയാൻ കാരണം. എന്നാൽ നരകത്തിനെ പോയി നിർത്തിയിട്ട് അവൻ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവിടുന്ന് ചില ചോദ്യം ഉണ്ടവനോട്. വെറുതെ നരകത്തേക്ക് വലിച്ചെറിയില്ല. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ നരകത്തിലേക്ക് വലിച്ചെറിയുള്ളൂ. എന്നിട്ട് അവിടെ വെച്ച് അവൻ കൈകടിച്ചുകൊണ്ട് വിലപിക്കുന്ന കണ്ടോളി. ഞാൻ ആയത്ത് കാണിച്ചു തരാം. സൂറത്ത് അൻആം വലിച്ചോളി. അൻആം 6-ാമത്തെ. എന്താ അൻആം എന്ന് പറഞ്ഞാല്? അൻആം എന്താ? അൻആം എന്ന് പറഞ്ഞാ കന്നുകാലി. പോത്തിന് വേദം കൊടുത്തിട്ട് കാര്യമുണ്ടോ? പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഖുർആനിൽ കന്നുകാലികൾ എന്ന അധ്യായം ആർക്കുള്ളതാണ്? കന്നുകാലിക്കുള്ളതാ. കന്നുകാലികൾ എന്ന സൂറത്ത് ഖുർആനിൽ മനുഷ്യൻ എന്നൊരു സൂറത്തില്ലേ? മനുഷ്യൻ എന്ന സൂറത്തില്ലേ? ഇൻസാൻ. മനുഷ്യർ എന്ന സൂറത്തില്ലേ? മനുഷ്യർ ഏതാ? സൂറത്തുൻ നാസ് അല്ലേ? ഉണ്ട്. അപ്പോ അൻആം കന്നുകാലികൾ, അത് കന്നുകാലിക്കുള്ളതാ? അല്ല. മനുഷ്യൻ കന്നുകാലിയെ പോലെ ആകാതിരിക്കാനുള്ള സൂറത്താണ്. മനുഷ്യൻക്കുള്ളതാണ്. മനുഷ്യൻ കന്നുകാലിയേക്കാൾ മോശപ്പെട്ടവൻ ആകാതിരിക്കാനുള്ള സൂറത്താണ് സൂറത്തുൽ അൻആം. ആ സൂറത്തിലെ 27-ാമത്തെ ആയത്ത് വായിച്ചു നോക്കി. ولو ترى إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب ولو ترى إذ وقفوا على النار. ഇത് വഖിഫു അല, നരകത്തിന്റെ വക്കിൽ, നരകത്തിന്റെ മുന്നിൽ അവർ നിർത്തപ്പെടുന്ന സന്ദർഭം നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ. വലൗ തറാ. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ പ്രയോഗം നോക്കണം. വലൗ തറാ, നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ. ഇത് വഖിഫു, വഖഫറ, നിർത്തുക. നരകത്തിന്റെ മുന്നിൽ അവരെ നിർത്തും. ആ നിർത്തപ്പെടുന്ന രംഗം നരകത്തെ കണ്ട് എറിയല്ല, അതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഫഖാലു, അവർ പറയും, യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നഷ്ടമേ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ. ഞങ്ങൾ റബ്ബിൻ്റെ ആയാത്തുകളെ ഞങ്ങൾ നിഷേധിച്ച് തള്ളിയല്ലോ റബ്ബേ. ഞങ്ങൾ മുഅ്മിനായില്ലല്ലോ. വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾ റബ്ബിൻ്റെ വചനങ്ങളെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വൈലത്ത അവര് നാശത്തെ വിളിച്ച് വിലപിക്കും നരകത്തിന് മുന്നിൽ നിർത്തിയിട്ട്. അത് ആദ്യം അത് നടക്കും. ഇനി ചോദ്യം എൻ്റെ ശേഷം ബാക്കിൽ വരുന്നുണ്ട്. ഇനി നരകത്തിലിടുന്ന ഉറപ്പാണ്. ഏതാ സൂറത്ത്? നിങ്ങൾ മറിക്കണ്ട, നിങ്ങൾക്ക് കാണാപാടുള്ള സൂറത്ത്. 87-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്ത് അൽ അഅല. സബ്ബിസ്മ റബ്ബിക്കൽ അഅല അറിയില്ലേ? ഫദക്കിർ ഇന്ന ഫഅതി സയദ്ദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അഷ്ഖാ അല്ലദീ യസ്ല നാറൽ കുബറ. എന്താർത്ഥം? ഫദക്കിർ, നബിയെ താങ്കൾ ഈ ഖുർആൻ കൊണ്ട് ഉത്ബോധനം ചെയ്യണം. ഖുർആനാണ്, എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുകയാണ്. നഫഅത്തി ദിക്റ, കാരണം ഇത് അവർക്ക് ഉപകാരപ്പെടും. എങ്ങനെ? ഈ ഉത്ബോധനം ആളുകൾക്ക് ഉപകാരപ്പെടും, പ്രയോജനപ്പെടും. അങ്ങനെ പ്രയോജനപ്പെടുമെങ്കിൽ നബിയെ താങ്കൾ ഇത് ഉത്ബോധനം ചെയ്യണം. പിന്നെ വയതജന്നബുഹൽ അഷ്ഖാ,
ഇതിൽ നിന്ന് അകന്നു പോകുന്നത് ആരാ നിങ്ങൾ കേട്ടോളി, ഇതിൽ പെടണ്ട. യതജന്നബുഹ, ഈ ഖുർആനിൽ നിന്ന് അകന്നു പോകും ആര് അറിയും? അൽ അഷ്ഖാ, ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ, നിർഭാഗ്യവാൻ. നിർഭാഗ്യവാനല്ലാതെ ഈ ഖുർആനിൽ നിന്ന് അകന്നു പോകൂല. ജന്നബ എന്ന് പറഞ്ഞാൽ മാറിപ്പോകുക. ഈ ഖുർആനാകുന്ന ഉത്ബോധനത്തിൽ നിന്ന് മാറിപ്പോകൂല, അകന്നു പോകൂല. ആരൊഴികെ? ആരല്ലാതെ? അൽ അഷ്ഖാ, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവൻ. അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാ? ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരായിരിക്കും? ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ സ്വീകരിച്ചവൻ, അത് പഠിക്കണവൻ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇതിൽ നിന്ന് മാറിപ്പോയവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. എന്നിട്ട് അല്ല പറയാ, അല്ലെങ്കിൽ ആരാണവൻ? വമ്പിച്ച നരകാഗ്നിയിൽ കടന്ന് എരിയും അവൻ. നരകാഗ്നിയിൽ കടന്ന് എരിയുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യവാനല്ലാതെ ഖുർആനിൽ നിന്ന് അകന്നു പോകില്ല. അപ്പൊ നരകപ്രവേശനം ഉറപ്പാണ്. നരകത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് വിലപിച്ചുകൊണ്ട് അവൻ വിലാപത്തോടുകൂടി കൈകടിച്ച് അവൻ ഇങ്ങനെ പറയുന്നൊരവസ്ഥ അള്ളാഹു പറയാണ്. എന്നിട്ട് ഇനി പിന്നെ തൊട്ടടുത്ത സൂറത്ത് ഏതാ? ആയന്റെ തൊട്ടടുത്ത സൂറത്ത് ഏതാ? ഗാശിയ അല്ലേ? അത് വെള്ളിയാഴ്ച മുതലില്ലേ? അതിന്റെ അവസാനം കേട്ടോളി, നിങ്ങൾ കേട്ടാൽ മതി, മറിക്കണ്ട. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബിയെ താങ്കൾ ഈ ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. കാരണം ആ ഉത്ബോധനം നടത്തലാണ് നബിയെ താങ്കളെ ബാധ്യത. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, താങ്കൾ അവരെ മേൽ അടിച്ചേൽപ്പിക്കണ്ട. മുസൈത്തിർ എന്ന് പറഞ്ഞാൽ അറിയാം, സ്വേച്ഛാധിപതിയാകുക എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചേ പറ്റു. ഖുർആൻ അടിച്ചേൽപ്പിക്കരുത് ആരെങ്കിലും. ഖുർആൻ ഒരു സമൂഹത്തിന് മേലും അടിച്ചേൽപ്പിക്കണ്ട. നബിയെ താങ്കൾ മുസൈത്തിറല്ല. മുസൈത്തിർ എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഖുർആൻ ഇത് പഠിച്ചേ പറ്റൂ, സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ചെല്ലട കലിമ എന്നൊരു സംഭവം ഇസ്ലാമിലില്ല. ഈ ഖുർആൻ അങ്ങനെ അടിച്ചേൽപ്പിക്കണ്ട. എസ്താലയും മുസൈത്തിർ. കാരണം എന്താ അറിയോ? ഇത് എനിക്ക് ആവശ്യമാണ് എന്ന് ഓരോ വ്യക്തിക്കും ബോധ്യപ്പെടും, ഓരോ വ്യക്തിക്കും അറിയാം. ഇതിൽ കൂടുതൽ പരസ്യം പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ ആൾക്കാർ വന്ന് സ്വീകരിച്ചോളൂ. എസ്താലഹിമി മുസൈത്തിർ ഇല്ലാമൻ തവല്ലാവക്ബർ, ഈ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ, അതിനെ നിഷേധിച്ചവൻ. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അവർക്ക് എന്താ വരാൻ പോണത്? ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബുൽ അക്ബർ, അദാബുൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ കൊണ്ട് അവനെ ആ അള്ളാഹു തആല ശിക്ഷിക്കുമെന്ന്. ഇനി നരകപ്രവേശനം ഉറപ്പായി. ഇനി നരകത്തിൻ്റെ മുന്നിൽ നേരത്തെ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ? ആ നിൽക്കുന്ന സമയത്ത് ചില ചോദ്യങ്ങളുണ്ട്, അതും കൂടി നോക്കിയിട്ട് അവസാനം അത് നിങ്ങൾ മറിക്കണം. തബാറക്ക മറിക്കുക. എല്ലാ രാത്രിയിലും റസൂല് ഇത് ഓതിയിട്ടേ ഉറങ്ങലുള്ളൂ. സൂറത്ത് തബാറക്ക, സൂറത്തുൽ മുൽക്ക് മറിച്ചോളൂ. സൂറത്തുൽ മുൽക്ക് മറിക്കല്ലാരും. സൂറത്തുൽ മുൽക്ക് മറിച്ചില്ലേ? അതിൻ്റെ ആദ്യ ഭാഗം മുതൽ ഒന്ന് നിങ്ങൾ വായിച്ചോളി. പെട്ടെന്ന് ഓതിക്കോളി. എൻ്റെ ആദ്യത്തെ ഏതാണ് ആയത്തുകൾ ഓതിക്കോളി. تبارك الذي بيده الملك وهو على كل شيء
ദൂരേക്ക് പോ എന്ന് പറഞ്ഞ് നമ്മളെ ഒരാൾ ആട്ടിയാൽ, ആട്ടി വിട്ടാൽ, ഒന്ന്. രണ്ട്, തെറ്റ് സമ്മതിച്ച് അംഗീകരിച്ച് കുറ്റം ഏറ്റുപറഞ്ഞ് തല താഴ്ത്തി നിൽക്കുന്ന ഒരു രംഗം ഖുർആന്റെ വിഷയത്തിൽ. സൂറത്തുൽ മുൽക്ക് നബി എല്ലാ രാത്രിയിലും ഒരു തവണ ഓതിയിട്ടേ ഉറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും സൂറത്തുൽ മുൽക്ക് അവസാനം വരെ ഒന്ന് അർത്ഥം അറിഞ്ഞ് ഓതിയാൽ കിടക്കുമ്പോൾ ഒരു 2 ഇറ്റ് കണ്ണീര് നമ്മളെ ബെഡിൽ, നമ്മളെ തലയണയിൽ 2 ഇറ്റ് കണ്ണീര് വീണിട്ടേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ശരിക്കും തബാറക്ക് അർത്ഥറിഞ്ഞ് ഓതി കിടന്നാൽ ആ കണ്ണീര് നമ്മളെ മയ്യത്ത് നാളെ കബറിലേക്ക് ചെരിച്ച് വെക്കുക. മയ്യത്ത് നാളെ കബറിലേക്ക് ചെരിച്ച് വെച്ചിട്ട് ഒരു പിടുത്തം മണ്ണ് തലൻ്റെ ഭാഗത്ത് വെക്കും. തലയണായിട്ട് ഒരു പിടുത്തം മണ്ണ വെക്കുക. വീട്ടിലെന്നും ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് 2 ഇറ്റ് കണ്ണീര് ആ തലയമ്മൽ വീണ് കിടന്നാൽ ഈ സൂറത്തിൻ്റെ പേരെന്താ അറിയുന്നത്? സൂറത്തുൽ മാനിഅ എന്നാണ്. സൂറത്തുൽ മാനിഅ എന്ന സഹാബത്തിൻ്റെ പേര് ഈ സൂറത്തിന്, തബാറക്കത്ത് മുൽക്കിന്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന, തടയുന്ന സൂറത്തെന്നാണ്. മാനിഅ എന്നാണ് തടയുന്നതെന്നാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്ന സൂറത്തെന്നാണ്. എന്ന് രാത്രി കിടക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് ഒരു തവണ ഓതിങ്ങാണ്ട് ആശയം പറഞ്ഞിട്ട് ഓതണം. എന്നിട്ട് നമ്മൾ കിടക്കുമ്പോൾ 2 ഇറ്റ് കണ്ണീര് ആ തലയിണയിൽ വീഴാതെ കിടക്കാൻ കഴിയില്ല. അങ്ങനെ എന്നും മരിക്കുന്നത് വരെ ഉറങ്ങിയവനെ അവസാനത്തെ ഉറക്കിന് വേണ്ടി, ഉണരാത്ത ഉറക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി വെക്കുകയാണ് ഖബറിൽ. റബ്ബിൻ്റെ വിളി വരുമ്പോഴേ ഉണരുള്ളൂ. ആ കിടക്കുമ്പോൾ ആ ഖബറ് ഈ മെത്തയേക്കാൾ സൗകര്യമുള്ളതായിരിക്കും. ആ ഖബറിന് എടുക്കണ്ടാവില്ല. ആ തലയിണക്ക് മണ്ണിൻ്റെ ഒരു പിടുത്തം തലയിണക്ക് വലിപ്പമില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. അത് ഹാർഡായിട്ട് മാറൂല. കാരണം ആ ഖബറ് റൗളത്തുമ്മിൻ ജന്നയായിരിക്കും. സ്വർഗപ്പൂന്തോപ്പിൽ ഉള്ളൊരു പൂന്തോപ്പായിട്ട് അള്ളാഹു മാറ്റും ആ ഖബറിനെ. ഈ സൂറത്താണ്. ഞാൻ ഈ സൂറത്തിലെ നമ്മൾ പഠിക്കേണ്ട ആയത്തെ അറിയുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞ, പിന്നെ ആയത്തിൻ്റെ നമ്പർ ഞാൻ പറയാം. ഞാനത് ആദ്യം മുതൽ ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ഉൽഖൂ ഫിഹ, അവിടെ നോക്കിക്കോളെ. ഇതാ ഉൽഖൂ ഫിഹ സമിഉ ലഹ, 7ാമത്തെ ആയത്ത്. ആ നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം. ആ നരകത്തിലേക്ക് അവരെ നരകത്തിലേക്ക് ഇടുന്ന സന്ദർഭമാണ്. സമിഉ ലഹ ഷഹീഖൻ വഹിയ തഫൂർ, അതിങ്ങനെ ഇളക്കി മറിയുന്നതും അതിൻ്റെ ആ നരകത്തിൻ്റെ ആരവങ്ങളും ശബ്ദങ്ങളൊക്കെ അവർ കേൾക്കും. യകാദു തമയ്യസു മിനൽ ഗൈദ്, അതിങ്ങനെ കിടന്നിട്ട് കോപത്താൽ അതിങ്ങനെ ഇളകി മറിയും. അങ്ങനെ ഓരോ സംഘത്തിൽ കുല്ലമാ ഉൽക്കിയ ഫിഹ ഫൗജൻ, ഓരോ ഗ്രൂപ്പിനെ ഫൗജിയർ എന്ന സംഘം, ആ സംഘത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇടുമ്പം സഅലഹും ഹസനതുഹാ, കാവൽക്കാർ ചോദിക്കും. കണ്ടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിർത്തി നരകം കാണിച്ചു കൊടുത്ത് അവിടുന്ന് കൈകടിച്ച് വിലപിച്ച് സങ്കടപ്പെട്ട് എന്നിട്ട് നരകത്തിന് മുന്നിൽ ഒരു ചോദ്യം. എന്താ ചോദ്യം? അലം യഹ്തിക്കും. ആ നബിയുടെ ഖുർആനുമായി വന്ന പ്രവാചകനാണ്. ബല, അവർ പറയും കാലു ബല കത് ജാഅന നദീർ, പക്ഷേ ഫകദബന, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങളത് കളവാക്കി. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, അള്ളാഹ് ഒരു ഖുർആൻ ഇറക്കിയിട്ടില്ല, അള്ളാഹു ഒന്നും ആകാശത്തിൽ ഇറക്കിയിട്ടില്ല എന്നാണ് ഞങ്ങളെ നിലപാടുണ്ടായിരുന്നത്. ഇങ്ങോട്ടും ഇല്ലാ ഫി വലാലിൻ കബീർ, വലിയ അങ്ങേയറ്റത്തെ വഴികേടിലായിപ്പോയി. എന്നിട്ട് അവിടുന്ന് പറയാ, കേട്ടോളൂ. കാലം അവർ പറയും ലൗകുന്നാ നസ്മഅ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ. ലൗകുന്നാ നസ്മഅ, എന്താ ഈ നസ്മഅ? ഞങ്ങൾ എന്ത് കേൾക്കുക? ഖുർആൻ കേട്ടിരുന്നെങ്കിൽ. ഔ നഅഖിൽ, ഞങ്ങളത് ചിന്തിച്ചിരുന്നെങ്കിൽ. കേട്ടാൽ മാത്രം പോരാ, ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? പഠിക്കണം. ആ ഖുർആൻ ഞങ്ങളത് കേട്ട് അതിൻ്റെ അർത്ഥം ചിന്തിച്ച് പഠിച്ചിരുന്നെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ നരകക്കാരാവുമായിരുന്നില്ല, ഞങ്ങൾ ഈ നരകത്തിൽ ഉൾപ്പെടുമായിരുന്നില്ല, നരകത്തിൽ വീണു പോകുന്ന ആളുകളിൽ ഉൾപ്പെടുമായിരുന്നില്ല എന്ന് അവിടെ വെച്ച് പറയും എന്നാണ്. സഹോദരങ്ങളെ, നരകം ഉറപ്പാണ് എന്ന് മാത്രം പറയാതെ ആ നരകത്തിൻ്റെ മുഴുവൻ അവസ്ഥകൾ പറഞ്ഞു. ഇനി ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പുതിയ ആയത്ത് തുടങ്ങാണ്. ഒറ്റ കാര്യം കൂടി പറയാം. നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ്
അപ്പൊ നരകത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നരകം കാണിച്ചു കൊടുത്ത് ചോദ്യം ചെയ്ത് കൈ കടിച്ച് അവർ മറുപടി പറഞ്ഞ് അവരെ കുറ്റക്ക് അവർ ഏറ്റു പറഞ്ഞ് സമ്മതിച്ച് തക്ക ശേഷം വരുന്ന ആയത്തുകളിൽ ഇന്നെല്ലാം എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നരകത്ത് കിട്ടാത്ത അവസ്ഥ അതാണ് 40-ാം അധ്യായത്തിലെ മറിക്കണ്ട നമ്മൾ കേട്ടാൽ മതി. 40-ാം അധ്യായത്തിലെ 69 മുതൽ 72 വരെ, 40-ൽ 69 മുതൽ 72 വരെ എന്തായാലും അല്ലതിനെ കരുതബോൽ കിതാബ്. ഏതാ കിതാബ്? വബിമാ അർസൽനാ ബിഹി റസൂലനാ ഫസൗഫ തഅലമൂൻ. ഫസൗഫ യഅലമൂൻ. ശേഷം അവർ അറിഞ്ഞോളും. ഈ ഖുർആനെ നിഷേധിച്ച ആൾക്കാർ, ഇത് കൊണ്ടുവന്ന റസൂലിനെ നിഷേധിച്ച ആൾക്കാർ എന്താ വരാൻ പോകുന്നത് എന്ന് പിന്നീട് അവർ അറിഞ്ഞുകൊള്ളും. എന്നിട്ട് അള്ള പറയാം, ഇതിന്റെ അഹലാലുഫി അനാക്കി, അവരുടെ കഴുത്തുകളിൽ പെരടികളിൽ ആമം വെക്കും. വസ്സലാസിലും ചങ്ങലകളും, കഴുത്തിൽ ചങ്ങലകളും ആമങ്ങളും വെച്ചിട്ട് യുസ്ഹബൂൻ വലിച്ചടച്ചു കൊണ്ടുപോകും. യുസ്ഹബൂൻ. സഹോദരങ്ങളെ, ഖുർആനിനോടുള്ള അവഗണനയെ പറ്റി അള്ള ഈ പറയുന്നത്, അള്ള ഒരിക്കലും ഒരു വാഗ്ദാനവും അള്ളാഹു നിർവഹിക്കാതിരിക്കൂല, ലംഘിക്കൂല. പഠിച്ചോ പറഞ്ഞ് നടക്കേണ്ട ചെയ്യും. ആമങ്ങൾ വെച്ച് ചങ്ങലകൾ വലിച്ചു കൊണ്ടുപോകും. തീക്ഷ്ണമായ നരക ശിക്ഷയിലേക്ക്, അതിചൂടേറിയ ഹനീം. പിന്നാലെ നരകത്തിൽ യുസ്ജറൂൻ, അതിന് ആളി കത്തിക്കപ്പെടും. തുമ്മക്കീലലും അവരോട് ചോദിക്കും, അതിനമാക്കും തുഷ്ടിക്കും, അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർത്തവരൊക്കെ ഇവിടെ പോയി പോകും. നിങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു പുറമെ പലരും ഉണ്ട് എന്ന വാദം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇവിടെ പോയി അവരൊക്കെ എന്ന് ചോദിക്കുമെന്നാണ്. അപ്പോൾ ഗ്രന്ഥം പഠിച്ചാലേ ലായിലാഹിലുള്ള മനസ്സിലാവുള്ളൂ. ലായിലാഹിലുള്ള മനസ്സിലാക്കി ജീവിച്ച ആൾക്കാർക്ക് അത് ചൊല്ലി മരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഖുർആനെ അവഗണിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും അപകടങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം ഖുർആനുള്ള ബാധ്യതകളുമാണ് ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സൂറത്ത് യാസീനിലെ പുതിയ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു സ്വാലിഹ മക്കളാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിന് അല്ലാഹു ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.